അസ്സലാമു അലൈക്കും. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്നെൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വല്ലപ്പോഴും വരുന്ന ഈ ഒരു അതിഥി ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാനുണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം ആൾക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറയും ചിക്കൻ ബിരിയാണിയാണെന്ന്. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, തൈര്, ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഈ ആളെപ്പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവന്നത് ഇയാളാണ് കേട്ടോ. ഉമ്മച്ചീനെ കൊണ്ട് പറ്റും, ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചത് ഇയാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സ്ഥിരമായി വീട്ടിലുണ്ടാകുന്ന സമയത്ത് ആൾക്ക് പച്ചക്കറിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു. ചിക്കനോ മുളകിട്ട മീൻകറിയൊക്കെയാണ് കഴിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് സ്ഥിരമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് എന്നോട് പറയും ഇപ്പോൾ എനിക്ക് ഉമ്മച്ചീൻ്റെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഹോസ്റ്റലിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മോളാണ് കേട്ടോ ഒന്ന് വരുന്നത്. 2 മാസത്തിന് ശേഷം ഇന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. വരുന്നതിന് മുന്നേ വിളിച്ച് പറയും കേട്ടോ ഇന്ന് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ. അപ്പോൾ വല്ലപ്പോഴും വരുന്നതല്ല, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അവർക്ക് ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ചോറ് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു. ചിക്കനുള്ള മസാല ഞാൻ കുക്കറിൽ 2 വിസിലിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് പെട്ടെന്ന് പണിയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മസാല ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വലിയ ആർഭാടായിട്ടൊന്നും ദം ചെയ്തെടുക്കുന്നില്ല. ചോറ് തന്നെ മേലേക്കാണ് പൊത്തിക്കൊടുത്തു. ഫൈനലി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കിസ്മിസ് നട്ട്സും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പൊത്തി കൊടുത്ത് പിന്നെ അങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കണൽ കിടന്നിട്ട് അങ്ങനെ ദമ്മായിക്കോളും. 2 മണി ആകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞ ആൾ 2 മണിയായിട്ട് എത്തിയില്ല കേട്ടോ. പിന്നെന്തായാലും ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കലാപരിപാടിയുണ്ട്. ഹെവി ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. കഴിക്കാനിരിക്കുന്നവർക്ക് ക്ഷമ നശിച്ചു വെച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പോൾ എന്തായാലും ഫൈനലി ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൈരും കൂടി സൈഡിൽ വെച്ചതിന് ശേഷം അങ്ങനെ ഇതാ സെറ്റ്. ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നത്. പിന്നെ മോള് വരുന്നത് നോക്കിയിരിക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. 5 മണിയായിട്ട് 5:30 ആയിട്ട് മോളെ കണ്ടില്ല. പിന്നെ അവൾ എത്തിയത് 6:30 മണിക്കാണ് കേട്ടോ. ബസ് കിട്ടാൻ ലേറ്റായി എന്നൊക്കെ പറഞ്ഞു. വന്നപ്പോൾ ഒരുപാട് സന്തോഷം. 2 ദിവസത്തെ ലീവിന് വന്നതാണ്. വ്യാഴാഴ്ച തിരിച്ച് പോകും. വന്നവൾ മേലൊക്കെ കഴുകി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് വാച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോറി, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ അയച്ചു കൊടുത്ത പൈസയും കൊണ്ടാണ് അവൾ വാച്ചൊക്കെ വാങ്ങി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.